ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരാഴ്ച ഫുള്ള് നമ്മൾ നോക്കിയിട്ടുള്ള, കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. ഈ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരാഴ്ച നമ്മൾ നോക്കിയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, അതിൻ്റെ ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കാൻ നമുക്ക് നമ്മുടെ കറണ്ട് അഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് അല്ലെ. ഇടയ്ക്കാണ് പ്രഖ്യാപിച്ചത്. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. അപ്പൊ അതിലെ മികച്ച നടൻ, നടി, മികച്ച സംവിധായകൻ, മികച്ച സിനിമ, മികച്ച തമിഴ് ചിത്രം, മികച്ച മലയാള ചലച്ചിത്രം, മികച്ച തിരക്കഥ, മികച്ച ഛായാഗ്രഹണം, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി എന്റെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ്, ഏതൊക്കെ സിനിമകൾക്കാണ് ഈ അവാർഡുകൾ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പൊ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുന്നത്, പുരസ്കാരത്തില് മികച്ച നടൻ എന്ന് പറയുന്നത് ആരാണ്? മമ്മൂട്ടി. അതുപോലെ തന്നെ കാർത്തിക് ആര്യൻ, രണ്ടുപേരാണുള്ളത്, മമ്മൂട്ടി അതേപോലെ തന്നെ കാർത്തിക് ആര്യൻ. ഓക്കെ, മമ്മൂട്ടി ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്, അതേപോലെ കാർത്തിക് ആര്യൻ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ഫിലിമിനാണ്. മികച്ച നടി യാമി ഗൗതം ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള യാമി ഗൗതമിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. അതേ സിനിമയ്ക്ക് തന്നെയാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം എന്ത് ചെയ്തിരിക്കുന്നത്, കിട്ടിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് മികച്ച സംവിധായകനാണ് അമരൻ, തമിഴ് സിനിമയായിട്ടുള്ള അമരൻ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ഗായിക ARMലെ പാട്ടിന് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയത് വൈക്കം വിജയലക്ഷ്മിക്കാണ്. ഇനി മികച്ച മലയാള ചലച്ചിത്രം എന്ന് പറയുന്നത് ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. പിന്നെ നോക്കുക, മികച്ച ഛായാഗ്രഹണം എന്ന് പറയുന്നത് ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാൽ എന്ന് പറയുന്ന ആൾക്കാണ് മികച്ച ഛായാഗ്രഹണമുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്നത് കൽക്കി 2898 AD എന്നുള്ളതാണ്. മികച്ച തിരക്കഥ പുഷ്പ 2. ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യത്തെ സന്താലി ഭാഷാ ചിത്രം ഏത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അപ്പൊ അതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗം കൂടിയാണ് അല്ലെ. സന്താലി ഭാഷ എന്ന് പറയുന്നത് ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ 22 ഭാഷകൾ അല്ലെ, 8ാം ഷെഡ്യൂളിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 22 ഭാഷകളിൽ ഒന്നാണ് സന്താലി എന്ന് പറയുന്ന ഭാഷ. ആ ഭാഷയിൽ എടുത്തിട്ടുള്ള ഒരു നോൺ ഫീച്ചർ വിഭാഗത്തിൽ എടുത്തിട്ടുള്ള ഒരു ഭാഷാ ചിത്രമാണ് എന്തെന്ന് പറയുന്നത്, സന്താലി ഭാഷാ ചിത്രമാണ് അൻഗൻ ഉള്ളത്. രവിരാജ് മുർമു ആണ് ഇതിന്റെ സംവിധാനം. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 12 മിനിറ്റും 10 സെക്കൻഡുമാണ്. അപ്പൊ ഈ ഒരു സിനിമയ്ക്കാണ്, ഈ ഒരു ചിത്രത്തിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, നോൺ ഫീച്ചർ വിഭാഗത്തിൽ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ സംവിധായകൻ ആരാണ്? രവിരാജ് മുർമു ആണ്. സന്താലി ഭാഷയിലുള്ള ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രമാണ് ഏതെന്ന് പറയുന്നത് അൻഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ മൊത്തം എല്ലാവരും ഭയങ്കര ആഘോഷമാക്കിയ അല്ലേ ഒരു കാര്യമായിരുന്നു നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഫ വേൾഡ് കപ്പിന് 2026 ഫിഫ വേൾഡ് കപ്പിന്റെ കിരീടം നേടിയത് ആരാണ്? സ്പെയിനാണ്. അതേപോലെ അല്ലെ ഫിഫ വേൾഡ് കപ്പ് അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്പെയിന് ലോകകപ്പ് കിരീടം നേടിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, 2026 ഫിഫ ലോകകപ്പ് ആതിഥേയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ ആയിരുന്നു. മത്സരത്തിലെ 48 ടീമുകളും 104 മത്സരങ്ങളും 39 ദിവസങ്ങളിലായിട്ടാണ് എന്ത് നടന്നത്, മത്സരം നടന്നത്. 2026 ലോകകപ്പിന്റെ ഔദ്യോഗിക മാച്ച് ബോൾ എന്ന് പറയുന്നതിന്റെ പേരെന്തായിരുന്നു? ട്രയോണ്ടെ ആയിരുന്നു മാച്ച് ബോൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത്, ഈ മത്സരത്തിന്റെ അവസാനം നൽകുന്ന കുറച്ച് പുരസ്കാരങ്ങളുണ്ട് അല്ലെ. ഗോൾഡൻ ബോള്, ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലോവ്, അല്ലെങ്കിൽ മികച്ച പ്ലെയർ അല്ലെ. അപ്പൊ അതില് ഗോൾഡൻ ബോള് എന്ന് പറയുന്നത് എന്താണ്, കിട്ടിയത് ആർക്കാണ്? റോഡ്രിക്കാണ്. റോഡ്രി, സ്പെയിൻ. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിട്ടിയിരിക്കുന്ന ആരാണ്? കിലിയൻ എംബാപ്പെ, ഫ്രാൻസ്. ഓക്കെ, അതുപോലെ ഗോൾഡൻ ഗ്ലോബ് കിട്ടിയിരിക്കുന്നത് ഉനൈ സൈമൺ, സ്പെയിൻ. ബെസ്റ്റ് യങ് പ്ലെയർ എന്ന് പറയുന്നത് പൗ കുബാസി, സ്പെയിൻ. അങ്ങനെ അതായത് ഈ ഒരു മത്സരത്തിന്റെ അവസാനം അല്ലെ ലോകകപ്പ് നേടിയത് ആരാണ്? സ്പെയിനാണ്. അപ്പൊ സ്പെയിനിൽ തന്നെ കളിക്കാർക്കൊരു ഗോൾഡൻ ബോളും ഗോൾഡൻ ഗ്ലോവും ബെസ്റ്റ് യങ് പ്ലെയർ എന്നുള്ള പുരസ്കാരങ്ങളൊക്കെ ആർക്കാണ് കിട്ടിയത്? സ്പെയിൻ തന്നെയാണ് കിട്ടിയത്. അതിൽ കിലിയൻ എംബാപ്പെ ഏത് രാജ്യത്തിന്റെ കളിക്കാരനാണ്? ഫ്രാൻസിന്റെ ഫുട്ബോൾ പ്ലെയർ ആണ്. അദ്ദേഹത്തിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ഗോൾഡൻ ബൂട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് അതിന്റെ വേദികൾ പറഞ്ഞു, അതിൽ എത്ര ടീമുകളുണ്ട്, എത്ര രാജ്യങ്ങളുണ്ട്, എത്ര ദിവസത്തെ മത്സരമാണെന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിലെ മാച്ച് ബോൾ ആണ്. അതെന്താണ്, അതിന്റെ പേരെന്താണ്? മാച്ച് ബോളിന്റെ ട്രയോണ്ട എന്നുള്ളതാണ് അതിന്റെ മാച്ച് ബോൾ എന്ന് പറയുന്നത്.
പിന്നെ എന്താ പറഞ്ഞത്, ഗോൾഡൻ ബോൾ കിട്ടിയത് സ്പെയിനിന്റെ ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള റോഡ്രി, ഗോൾഡൻ ബൂട്ട് കിട്ടിയിരിക്കുന്നത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ, ഗോൾഡൻ ഗ്ലോവ് കിട്ടിയിരിക്കുന്നത് സ്പെയിനിന്റെ ഉനൈ സൈമൺ, ബെസ്റ്റ് യങ് പ്ലെയർ എന്ന് പറയുന്നത് പൗ കുബാസി, സ്പെയിനിന്റെ പൗ കുബാസിക്കാണ് ബെസ്റ്റ് യങ് പ്ലെയറിനുള്ള പുരസ്കാരം കിട്ടിയത്. അല്ലേ? നമ്മൾ വളരെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ പല രാജ്യങ്ങളും വളരെ ആഘോഷത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ഏതായിരുന്നു, ആദ്യ ശ്രമത്തിൽ തന്നെ റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയായി മാറിയത് ആരായിരുന്നു, സ്കൈ റൂട്ട് എയറോസ്പേസ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്, സ്കൈ റൂട്ട് എയറോസ്പേസ്. അതായത് റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിക്കുന്ന ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് സ്കൈ റൂട്ട് എയറോസ്പേസ്. ഏത് റോക്കറ്റാണ്, വിക്രം 1 എന്ന് പറയുന്ന റോക്കറ്റാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിക്രം 1 എന്ന് പറയുമ്പം മിഷൻ ആഗമന്റെ ഭാഗമായിട്ട് നോക്കുക, മിഷൻ ആഗമന്റെ ഭാഗമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഓർബിറ്റൽ റോക്കറ്റാണ് വിക്രം 1 എന്ന് പറയുന്നത്. ആ ഓർബിറ്റൽ റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് കമ്പനിയാണ്, ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ്. അല്ലെ? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഇതിന്റെ എന്തെന്ന് പറയുന്നത്, വിക്ഷേപണം. ഓക്കെ, പിന്നെ എന്താണ്, ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് കൂടിയാണ് എന്താന്ന് പറയുന്നത്, വിക്രം 1. അപ്പൊ ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ വിക്രം 1 എന്ന് പറയുന്നത് എന്താണ്, ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം 1. ഏത് മിഷന്റെ ഭാഗമായിട്ടാണ്, മിഷൻ ആഗമന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓർബിറ്റൽ റോക്കറ്റാണ് വിക്രം 1 എന്ന് പറയുന്നത്. പിന്നെ എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ കമ്പനി ഏതാണ്, സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ്. അല്ലെ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയെ, ബഹിരാകാശ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ കോസ്മോസർവ് സ്പേസ് വികസിപ്പിച്ചെടുത്ത റോബോട്ടിക് കൈ ഏതാണെന്ന് ചോദിക്കുന്നത്. അതും ഈ വിക്രം 1 ബന്ധപ്പെട്ട് വരുന്നതാണ്. നോക്കാം. അപ്പൊ ഏതാണ്, എംബ്രേസ് എന്നുള്ളതാണ്. എംബ്രേസ് ഒരു റോബോട്ടിക് കൈയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ബഹിരാകാശ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു റോബോട്ടിക് കൈയാണ് എംബ്രേസ് എന്ന് പറയുന്നത്. ഈ എംബ്രേസ് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്, ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരെന്താണ്, കോസ്മോസർവ് സ്പേസ്. ഓക്കെ, നോക്കിക്കേ, ഇനി പറയുന്ന കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്കൈ റൂട്ട് എയറോസ്പേസിന്റെ വിക്രം 1 റോക്കറ്റിലാണ് ഈ റോബോട്ടിക് കൈ എവിടെ നമ്മൾ എത്തിക്കുന്നത്, ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ഓക്കെ, അപ്പം വിക്രം 1 ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൈ റൂട്ട് എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ലെ? ഈ ആഴ്ച നമ്മൾ കണ്ട ഒരു കറണ്ട് അഫയർ ആയിരുന്നു ഈ വിക്രം 1 അല്ലെങ്കിൽ സ്കൈ റൂട്ട് എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ ആദ്യമായി അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിൽ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏതാണ്? അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അംഗീകാരം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ വരിക, ക്യൂഡങ്കയാണ് വരിക. അല്ലെ? 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ മരുന്ന് ഉപയോഗിക്കാം. അല്ലെ? ഡെങ്കിപ്പനിയുടെ 4 വകഭേദങ്ങളുണ്ട്. ഈ 4 വകഭേദങ്ങൾക്കും എന്തുപയോഗിക്കാം, ഈ പറയുന്ന ക്യൂഡങ്ക എന്ന് പറയുന്ന വാക്സിൻ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഈ വാക്സിൻ ആരാണ് നിർമ്മിച്ചത്, ഏത് കമ്പനിയാണ്, ജപ്പാനിലാണ് നിർമ്മിച്ചത്. ജപ്പാനിലെ ടക്കേഡ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ ക്യൂഡങ്ക എന്ന് പറയുന്ന വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വാക്സിൻ ജപ്പാനിലെ ടക്കേഡ എന്ന് പറയുന്ന ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഈ ക്യൂഡങ്ക നിർമ്മിച്ചിരിക്കുന്നത്. 4 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ മരുന്ന് ഉപയോഗിക്കാം. ഡെങ്കിപ്പനിയുടെ 4 വകഭേദങ്ങളെ ഇത് എന്ത് ചെയ്യും, വകഭേദങ്ങൾക്കെതിരെ ഇത് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അംഗീകാരം ലഭിക്കുന്ന ഡെങ്കിപ്പനിയുടെ പ്രതിരോധ വാക്സിനാണ് ക്യൂഡങ്ക. ആരാണ് അംഗീകാരം കൊടുത്തത്, ആരാണ്, ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, DCGI. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് 72ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പലിന് നൽകിയ പേര് എന്തായിരുന്നു, വേഴു എന്നുള്ളതായിരുന്നു. അല്ലെ? ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. ഓഗസ്റ്റ് 22-നാണ് വള്ളംകളി നടക്കുന്നത്. അപ്പൊ ആ വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ് ഭാഗ്യചിഹ്നം, ചുണ്ടൻ വള്ളം തുഴയുന്ന മലമുഴക്കി വേഴാമ്പലാണ്. ചുണ്ടൻ വള്ളം
തുഴയുന്ന മലമുഴക്കി വേഴാമ്പലാണ്. ഈ ഭാഗ്യചിഹ്നം നിർമ്മിച്ചത് ആരാണ്? ഹരിൻ പുന്നപ്ര അല്ലെങ്കിൽ ഹരിൻ കൈരളി. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഹരിൻ പുന്നപ്ര അല്ലെങ്കിൽ ഹരിൻ കൈരളി എന്ന് പറയുന്ന ആളാണ് ഈ ചുണ്ടൻ വള്ളം തുഴയുന്ന മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന ആ ഒരു ലോഗോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗ്യചിഹ്നം നിർമ്മിച്ചിരിക്കുന്നത്. ആ ഭാഗ്യചിഹ്നത്തിന് പേര് കൊടുത്തിരിക്കുന്നത് അതേ ആലപ്പുഴക്കാരായിട്ടുള്ള AR ഷുഹൈബ് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ആ പേരാണ് എന്താന്ന് പറയുന്നത്? വേഴു എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് 2026 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ സുരക്ഷാ ഉപദേഷ്ടാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. 2026 ജൂലൈയിൽ ലോകമാന്യ തിലക് പുരസ്കാരം നേടിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവലാണ് അതിന്റെ ഉത്തരം അല്ലെ. രാഷ്ട്ര വികസനത്തിനും പുരോഗതിക്കും മികച്ച സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കുന്നതിനുള്ള പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ലോകമാന്യ തിലക് പുരസ്കാരം അല്ലെ. രാഷ്ട്രത്തിനും മികച്ച സംഭാവനകൾ കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ്, അവരെ ആദരിക്കുന്നതിനുള്ള പുരസ്കാരമാണ് ലോകമാന്യ തിലക് പുരസ്കാരം. ഇനി ഈ പുരസ്കാരം ആരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നോക്കി. 1983 തിലക് സ്മാരക് മന്ദിർ ട്രസ്റ്റ് ആണ് ഈ ലോകമാന്യ തിലക് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. നോക്കിയ ഒരു ദേശീയ പുരസ്കാരമാണ്. 1983 ഏർപ്പെടുത്തിയത്. അതേപോലെ എന്തിന്റെയാണ്? ബാലഗംഗാധര തിലകിന്റെ ചരമവാർഷികമായ ഓഗസ്റ്റ് 1 പൂനെയിൽ വെച്ചാണ് എന്ത് ചെയ്യുക? ഈ പുരസ്കാരം അത് ലഭിച്ച ആൾക്ക് അതിനർഹനായ ആൾക്ക് സമർപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം 2026 ജൂലൈയിലെ കാര്യമാണല്ലോ. 2026 ജൂലൈയിൽ ഇത് കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? അജിത് ഡോവലിനാണ്. 2023 നരേന്ദ്രമോദിക്കാണ് കിട്ടിയത്. 2024 രാജ്യസഭാ അംഗമായിട്ടുള്ള സുധാ മൂർത്തിക്കാണ് കിട്ടിയത്. അതേപോലെ 2025 കിട്ടിയത് ആർക്കാണ്? നിതിൻ ഗഡ്കരിക്കാണ് അല്ലെ. നോക്കിക്കേ, അപ്പം 2023 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കാണ് ലോകമാന്യ തിലക് പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തുകാരിയാണ്, സാഹിത്യകാരിയാണ്, അതേപോലെ രാജ്യസഭാ അംഗവുമായിട്ടുള്ള സുധാ മൂർത്തിക്കാണ് ലഭിച്ചത്. 2025 കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിക്കാണ് എന്ത് കിട്ടിയത്? ലോകമാന്യ തിലക് പുരസ്കാരം കിട്ടിയത്. 1983 തിലക് സ്മാരക് മന്ദിർ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. അപ്പൊ രാഷ്ട്ര സേവനത്തിനും രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾക്കൊക്കെ അങ്ങനെ നൽകിയവരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള പുരസ്കാരമാണ്. ബാലഗംഗാധര തിലകിന്റെ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 1 പൂനെയിൽ വെച്ചാണ് ഈ പുരസ്കാരം അതിന് അർഹരായവർക്ക് എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള ചോദ്യം നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ്. 2026 ജൂലൈ 23 അത് ആരംഭിച്ചു. ഇനി ഓഗസ്റ്റ് 2 വരെയാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ 74 കോമൺവെൽത്ത് രാജ്യങ്ങളും പ്രദേശങ്ങളുമായിരിക്കും എന്ത് ചെയ്യുക? ഈ പറയുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതേപോലെ പ്രധാനമായിട്ട് 10 കായിക ഇനം, വെയിറ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള 10 കായിക ഇനങ്ങളും ഇതിലുണ്ടായിരിക്കും അല്ലെ. ബോക്സിങ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഇങ്ങനെയുള്ള ഇതൊക്കെ അടങ്ങിയ 10 കായിക ഇനങ്ങൾ എവിടെ ഉണ്ടായിരിക്കും? ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഉണ്ടായിരിക്കും. 74 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഭാരാരോഹണ താരം മീരാഭായി ചാനു, ഇന്ത്യയുടെ മീരാഭായി ചാനു ബോർഗോഹെയ്നും എന്താണ് ചെയ്യുക? ഈ ബോർഗോഹെയ്നും എന്ത് ചെയ്യും? ഇന്ത്യൻ സംഘത്തെ നയിക്കും. അതിൽ മീരാഭായി ചാനു എന്ത് ചെയ്യും? ഇന്ത്യൻ പതാക എന്തും. ബോർഗോഹെയ്ൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? ബാറ്റൺ വഹിക്കും, കിങ്സ് ബാറ്റൺ വഹിക്കും. അപ്പൊ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുൻപിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? മീരാഭായി ചാനുവും ലവ്ലിന ബോർഗോഹെയ്നും. ഓക്കെ, ലവ്ലിന ബോർഗോഹെയ്നും. അപ്പം മീരാഭായി ചാനുവും ലവ്ലിന ബോർഗോഹെയ്നും. ഇനി ഇവരാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. ഇതിൽ മീരാഭായി ചാനു ത്രിവർണ്ണ പതാകയെന്തും ലവ്ലിന ബോർഗോഹെയ്ൻ എന്ത് ചെയ്യും? ബാറ്റൺ, കിങ്സ് ബാറ്റൺ ആണ് പിടിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 126 മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 126 മത്സരാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലുള്ളത് 126 അംഗങ്ങളാണ്. ഓക്കെ, അപ്പം ഈ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ കാര്യം പറഞ്ഞില്ലേ. 2026 ഗെയിംസിൽ ഇപ്പം റീസെന്റ് വന്നതാണ്. 2026 കോമൺവെൽത്തിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ലഭിച്ചത് എന്തിനാണ്? ഹെവി വെയിറ്റ് പാരാ പവർ ലിഫ്റ്റിംഗിലാണ്. ജണ്ടു കുമാർ വെങ്കല മെഡലാണ്. അപ്പൊ ആദ്യത്തെ മെഡലാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഈ 2026 നടന്ന കോമൺവെൽത്തിൽ ലഭിച്ച ആദ്യ വെങ്കല മെഡലാണ്, അല്ലെങ്കിൽ ആദ്യം മെഡലാണ്, വെങ്കല മെഡലാണ്. എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? ഹെവി വെയിറ്റ് പാരാ പവർ ലിഫ്റ്റിംഗ്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ജഡ്ഡു കുമാറിനാണ്. ഓക്കെ, അപ്പം അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ് എന്നായിരുന്നു?
2022 2022 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 8 വരെയായിരുന്നു കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചായിരുന്നു എന്ത് നടന്നത്, ഈ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഓക്കെ, അപ്പം 2022 ഇനി വരാൻ പോകുന്നത് എവിടെയാണ്? ഇനി വരാൻ പോകുന്നത് 2030 ഇനി വരാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത് 2030 അത് ഇന്ത്യയാണ് അതിന്റെ വേദി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അഹമ്മദാബാദാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2022 വേദിയായിരുന്നു ഏതായിരുന്നു? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം ആണ്. 2026 വേദി ഏതാണ്? ഗ്ലോസ്കോ, സ്കോട്ട്ലൻഡ് ആണ്. ഓക്കെ, അപ്പൊ മീരാബായി ചാനുവും ലവ്ലിന ബോർഗെയിനുമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പതാക ഏന്തുന്നതും കിങ്സ് ബാറ്റൺ പിടിക്കുന്നതും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 126 സംഘങ്ങളാണ്, അല്ലെങ്കിൽ 126 കായിക അംഗങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കാൻ പോകുന്നത്. അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിയത് ആരാണ്? 2026 ആദ്യത്തെ മെഡൽ നേടിയ ആളാരാണ്? ജഡ്ഡു കുമാർ, ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ്. ഏത് മെഡലാണ്? വെങ്കല മെഡലാണ് അദ്ദേഹം നേടിയത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് മഹാരാഷ്ട്രയിലെ യൂണിഫോം സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കാനായി രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷ ആരാണ് എന്നുള്ളതാണ്. അധ്യക്ഷ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ് ഈ പറയുന്ന ഇപ്പം റീസെന്റ്, അതായത് ഇപ്പം ഈ മുൻപ് ഗുജറാത്ത്, അതുപോലെ ഉത്തരാഖണ്ഡ്, അസം, ഗുജറാത്ത്, മധ്യപ്രദേശ് ഇവിടെ ഈ ഒരു സംസ്ഥാനം എല്ലാം യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അവസാനം റീസെന്റ് വന്ന സംസ്ഥാനമാണ് എന്താന്ന് പറയുന്നത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അതിൽ ഉത്തരാഖണ്ഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഗോവ ഇതിൽ ഉൾപ്പെടും. ഗോവയിൽ പോർച്ചുഗീസ് ഭരണകാലത്ത് തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2025 ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതിനുശേഷം ഗുജറാത്താണ്. അതേപോലെ അസം, മധ്യപ്രദേശിലൊക്കെ ഇതിന്റെ കരട് തയ്യാറാക്കി ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇനി മഹാരാഷ്ട്രയിൽ എന്താ പറയുന്നത്? മഹാരാഷ്ട്രയിൽ ഇതിന്റെ കരട് തയ്യാറാക്കാനായി രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിൽ യൂണിഫോം സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കാനായി രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷ ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി ആണ്. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞത്, ഇനി ഗോവയിലെ കാര്യം നമ്മൾ പറഞ്ഞു. ഗോവയിലെ പോർച്ചുഗീസ് ഭരണകാലത്ത് തന്നെ എന്ത് നിലനിന്നിരുന്നു? യൂണിഫോം സിവിൽ കോഡ് നിലനിന്നിരുന്നു. ഇനി അതിനുശേഷം ഇപ്പോൾ 2025 ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതിനുശേഷം ഗുജറാത്ത് വന്നു, പിന്നെ അസം വന്നു, പിന്നെ മധ്യപ്രദേശ്, പിന്നെ ലാസ്റ്റ് മഹാരാഷ്ട്ര. അപ്പൊ ഈ പറയുന്ന അസം, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കരട് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇനി മഹാരാഷ്ട്രയിലാണെങ്കിലോ കരട് തയ്യാറാക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ കരട് തയ്യാറാക്കാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷയാണ് ആരെന്ന് പറയുന്നത്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഇതെന്ന് പറയുന്നത്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് 2026 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി ഏത് എന്നുള്ളതാണ്. വേദി എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്, ഇന്ത്യ. ഇത് നടന്നത് എന്നാണ്? 2026 ജൂലൈ 22 മുതൽ 24 വരെയായിരുന്നു ഈ ഒരു നടന്നത് ആരോഗ്യമന്ത്രിമാരുടെ യോഗം നടന്നത്. അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായിട്ടുള്ള JP നദ്ദയായിരുന്നു ഈ പറയുന്ന മീറ്റിംഗിന്റെ, അല്ലെങ്കിൽ ഈ ഒരു യോഗത്തിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന്റെ തീം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഫോർ റിസലയൻസ്, ഇന്നൊവേഷൻ, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ്. അപ്പൊ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുണ്ട്. അപ്പം അതിൽ എത്ര രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികൾ തന്നെയാണ് എന്തിലും പങ്കെടുക്കുന്നത്? ഈ പറയുന്ന ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് 16ാമത് നടന്നതാണ് അല്ലെ. 15ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം നടന്നത് എവിടെയായിരുന്നു? ബ്രസീലിയയിലായിരുന്നു. ബ്രസീലിയയിലായിരുന്നു 15ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം നടന്നത്. എന്നായിരുന്നു? 2025
ജൂൺ 16, 17 തീയതികളിലായിരുന്നു. ജൂൺ 16, 17 തീയതികളിലായിരുന്നു 15ാമത്തെ ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം നടന്നത്. ഇപ്പം ഈ റീസണിൽ, അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്നതാണ് എന്താന്ന് പറയുന്നത് 16ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം. അതിന്റെ വേദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ചണ്ഡീഗഡാണ്. ജൂൺ 22, 23, 24 തീയതികളിലാണ് നടന്നത്. അതേപോലെ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായിട്ടുള്ള JP നദ്ദയാണ്. പിന്നെ നമ്മൾ അതിന്റെ തീമും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? 2026 ജൂലൈയിൽ സുപ്രീം കോടതിയിൽ പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന ഏറ്റവും പഴയ സിവിൽ ക്രിമിനൽ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എത്ര പ്രത്യേക ബെഞ്ചുകൾക്കാണ് രൂപം നൽകിയെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? 4 ബെഞ്ചുകൾക്കാണ് രൂപം നൽകിയത്. അതിൽ 2 എണ്ണം ആർക്കാണ്? 2 എണ്ണം സിവിൽ, 2 ഡിവിഷൻ ബെഞ്ചുകൾ സിവിൽ കേസുകൾക്കും 2 ഡിവിഷൻ ബെഞ്ചുകൾ ക്രിമിനൽ കേസുകൾക്കും ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? 4 ബെഞ്ചുകൾ രൂപീകരിച്ചിരിക്കുന്നത്. അല്ലെ? ആരാണ്? നമ്മുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ബെഞ്ചുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. എത്ര ബെഞ്ചുകളാണ്? 4 എണ്ണം. അതിൽ 2 എണ്ണം എന്തിനാണ്? സിവിൽ കേസുകൾക്ക്. 2 എണ്ണം സിവിൽ കേസുകൾക്കും 2 എണ്ണം 2 ഡിവിഷൻ ബെഞ്ചുകൾ ക്രിമിനൽ കേസുകൾക്കുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ 4 ഡിവിഷൻ ബെഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 145 3 പ്രകാരമാണ് ഈ ഭരണഘടനാപരമായ മാറ്റങ്ങൾ വരുത്താം. അപ്പൊ അത് പ്രകാരമാണ് ഈ പറയുന്ന 4 ഡിവിഷൻ ബെഞ്ചുകളും അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? രൂപം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ആർട്ടിക്കിൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആർട്ടിക്കിൾ 145 3. അതേപോലെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗം ഏതാണ്? ഭാഗം 5ലാണ് അല്ലെ? സുപ്രീം കോടതിയുടെ ഘടന, ജഡ്ജിമാരുടെ നിയമനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഭരണഘടനയുടെ 5ാം ഭാഗത്തിലാണ്. അപ്പൊ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, രാഷ്ട്രപതി. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? 2026 ജൂലൈയിൽ സുപ്രീം കോടതിയിൽ പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന ഏറ്റവും പഴയ സിവിൽ ക്രിമിനൽ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടി നിലവിലെ ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് എത്ര പ്രത്യേക ബെഞ്ചുകൾക്കാണ് രൂപം നൽകിയത്? 4 ബെഞ്ചുകൾക്കാണ്. അതിൽ 2 എണ്ണം സിവിൽ കേസുകൾ, 2 ഡിവിഷൻ ബെഞ്ചുകൾ സിവിൽ കേസുകൾക്കും 2 ഡിവിഷൻ ബെഞ്ചുകൾ ക്രിമിനൽ കേസുകൾക്കുമാണ്. അതേപോലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 145 3 പ്രകാരമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭരണഘടനയുടെ 5ാം ഭാഗത്തിലാണ് സുപ്രീം കോടതിയെ പറ്റിയും അതിന്റെ ഘടനയെ പറ്റിയും അതിലെ ചീഫ് ജസ്റ്റിസുമാരെ പറ്റിയും അവരുടെ നിയമനങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. ഇനി പറഞ്ഞത് എന്താണ്? ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനായി നിയമിതനായത് ആരാണ്? KM ചന്ദ്രശേഖറാണ്. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? KM ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനു മുൻപ് നിലവിലെ ആരാണ്? KM ചന്ദ്രശേഖറാണ്. അതേപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആരായിരുന്നു? KM ചന്ദ്രശേഖർ തന്നെയായിരുന്നു ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷനായിട്ട് നിലനിന്നിരുന്നത്. അതേപോലെ നമ്മുടെ ഇപ്പൊ വന്ന നിയമസഭയുടെ ധവളപത്രത്തിന്റെ തയ്യാറാക്കലിലും ധവളപത്രത്തിന്റെ നിർമ്മാണത്തിലും ആരാണ് പ്രധാന സാന്നിധ്യം എന്ന് പറയുന്നത്? KM ചന്ദ്രശേഖർ തന്നെയാണ്. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് KM ചന്ദ്രശേഖർ. ഓക്കെ, പിന്നെ ഉള്ളത് നോക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പക്ഷി സങ്കേതം സ്ഥാപിക്കുന്നത് എവിടെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. താനെ ക്രീക്ക് ഫ്ലമിംഗോ സങ്കേതം മഹാരാഷ്ട്രയിലാണ് സ്ഥാപിക്കുന്നത്. ഈ താനെ ക്രീക്ക് ഫ്ലമിംഗോ സങ്കേതത്തെയാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പക്ഷി സങ്കേതമായിട്ട് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു പദ്ധതിയെ പറയുന്ന പേരാണ് ഭാണ്ഡു ബേർഡ് പാർക്ക് എന്നുള്ളത്. AI സ്ഥാപിക്കാൻ പോകുന്ന ആ ഒരു എന്താണ് പക്ഷി സങ്കേതത്തിന്റെ ആ ഒരു പദ്ധതിയെ പറയുന്ന പേരാണ് ഭാണ്ഡു ബേർഡ് പാർക്ക് എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പം താനെ ഫ്ലമിംഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലമിംഗോ സങ്കേതമാണ് എന്താന്ന് പറയുന്നത്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലമിംഗോ സങ്കേതമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അത് കൂടാതെ ഈ താനെ ക്രീക്ക് ഫ്ലമിംഗോ സങ്കേതം എന്ന് പറയുന്നത് ഒരു റാംസർ സൈറ്റ് കൂടിയാണ്. 2022 ഓഗസ്റ്റ് 15 ഈ താനെ ക്രീക്ക് ഫ്ലമിംഗോ പക്ഷി സങ്കേതത്തെ ഒരു റാംസർ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആഗോള തണ്ണീർത്തടമായിട്ടും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഫ്ലമിംഗോ എന്ന് പറയുന്ന പക്ഷികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സങ്കേതം കൂടിയാണ് ഈ താനെ ക്രീക്ക് ഫ്ലമിംഗോ സങ്കേതം എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? മുംബൈയിലെ ആദ്യത്തെ റാംസർ സൈറ്റ് ആണ് ഏത്? താനെ ക്രീക്ക് ഫ്ലമിംഗോ സങ്കേതം. ഈ പക്ഷി സങ്കേതത്തെയാണ്
AI അധിഷ്ഠിത പക്ഷി സങ്കേതമാക്കാൻ പോകുന്നത്. ആ പദ്ധതിയുടെ പേരാണ് ഭാണ്ഡു ബേർഡ് പാർക്ക് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്താണ് 2026 ജൂലൈയിൽ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരെന്നുള്ളതായിരുന്നു. ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്. 5 തവണ ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുന്നത്. അതേപോലെ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഡെപ്യൂട്ടി പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഇതിൽ റഷ്യയിലുള്ള ആരാണ്? ആർക്കാഡി ഡോർക്കോവിച്ച് ആയിരുന്നു ഈ പറയുന്ന ഫിഡെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ എന്തെന്ന് പറയുന്നത് പ്രസിഡന്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഉപരോധം വന്നതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തതിന് സ്വമേധയെ അതിൽ നിന്ന് പിന്മാറിയതും അതിനുശേഷം ഇടക്കാല പ്രസിഡന്റായിട്ട് വിശ്വനാഥൻ ആനന്ദിനെ ചുമതലപ്പെടുത്തിയതും. അപ്പൊ ഇനി ഉപരോധം തീരുന്നത് വരെയോ അതല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കാലം വരെയോ എന്താണ് വിശ്വനാഥൻ ആനന്ദ് തന്നെ ആയിരിക്കും അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ എന്തെന്ന് പറയുന്നത് ഇടക്കാല പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്താ പറഞ്ഞത്? 5 തവണ ലോക ചെസ് ചാമ്പ്യൻ ആയിരുന്ന വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന വിശ്വനാഥൻ ആനന്ദ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറഞ്ഞത് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ലുസാൻ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ ലുസാൻ ആണ് എന്താന്ന് പറയുന്നത് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്, ജൂലൈ 20 എന്താന്ന് പറയുന്നത് അന്താരാഷ്ട്ര ചെസ് ദിനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങളാണ് വരിക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ആഴക്കടൽ മത്സ്യങ്ങളുടെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് എന്നുള്ളതാണ്. ഡീപ് ഡേറ്റ എന്നുള്ളതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരെ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് വരെ എന്ത് ചെയ്യാം? അവർ പുതുതായിട്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന മത്സ്യങ്ങൾ ചിത്രങ്ങൾ എടുക്കുകയോ വിവരങ്ങൾ ശേഖരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഡീപ് ഡേറ്റ എന്ന് പറയുന്നത്. അതേപോലെ കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ഡീപ് ഓഷൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് CMFRI. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1947 CMFRI സ്ഥാപിതമായത്. അപ്പൊ ആ CMFRI ആണ് ഡീപ് ഡേറ്റ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്? ആരംഭിച്ചിരിക്കുന്നത്. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ഡീപ് ഓഷൻ മിഷൻ പദ്ധതി. ഏത് മന്ത്രാലയമാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്? കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം. ഓക്കെ, ഇനിയുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരള കായിക വകുപ്പ് കേരളത്തിലെ നിലവിലുള്ള കായിക ആസ്തികളെ പുനരുജ്ജീവിപ്പിക്കാനും പ്രൊഫഷണലായി പരിപാലിക്കാനും ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന ഓപ്പറേഷൻ കളരി എന്നുള്ള പദ്ധതിയാണ് അല്ലെ. കൊണ്ടുവരുന്ന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ കളരി എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ കളരിയുടെ ഫുൾ ഫോം എന്താണ്? കേരള അലയൻസ് ഫോർ ലോക്കൽ അത്ലറ്റിക് റെവമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ഓപ്പറേഷൻ കളരി എന്ന് പറയുമ്പോൾ കേരള അലയൻസ് ഫോർ ലോക്കൽ അത്ലറ്റിക് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. നമ്മുടെ യുവജനകാര്യ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ഏതാണ്? കായിക യുവജനകാര്യ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ആരാണ് പുതിയത്? അഡ്വക്കേറ്റ് OJ ജനീഷാണ്. അപ്പൊ അതുകൂടി മന്ത്രിസഭയിലുള്ള ആൾക്കാരെ കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക അല്ലെ. നോക്കിയേ, കായിക വകുപ്പ് കേരളത്തിലെ നിലവിലുള്ള കായിക ആസ്തികളെ പുനരുജ്ജീവിപ്പിക്കാനും പ്രൊഫഷണലായി പരിപാലിക്കാനും ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ കളരി. എന്റെ ഫുൾ ഫോം എന്താണ്? കേരള അലയൻസ് ഫോർ ലോക്കൽ അത്ലറ്റിക് ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മന്ത്രി ആരാണ്? കായികം മാത്രമല്ല, കായികം യുവജനകാര്യം രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അഡ്വക്കേറ്റ് OJ ജനീഷാണ് അല്ലെ. അപ്പം അങ്ങനെ കായികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്ത് കൊണ്ടുവരിക? നവീകരണം കൊണ്ടുവരിക, പുതിയ കാര്യങ്ങൾ അല്ലെ, പുതിയ ഡെവലപ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. കായിക വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ കളരി. അതിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാന്ന് ഓർത്ത് വെച്ചിരിക്കുക. പദ്ധതിയുടെ പേര് കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും ഇല്ലെങ്കിലും ഈ ഒരു വീക്കിൽ പറഞ്ഞിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കറണ്ട് അഫേഴ്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്നുള്ള രീതി വിട്ടിട്ട് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പഠിക്കുക, അതിനൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ നമ്മൾ കോമൺവെൽത്ത് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, 2026 നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോമൺവെൽത്ത്, അതിൻ്റെ കാര്യം പറഞ്ഞു. അതിന് തൊട്ട് മുൻപ് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ കാര്യം പറഞ്ഞു. അതിന് പിന്നെ വരാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി പറഞ്ഞു. അതേപോലെ ഫിഫ വേൾഡ് കപ്പ്, 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഇനി വരുന്ന എക്സാമുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.